Hello dears, welcome back to SS online class. How are you all? I hope you are all are fine. Today we are discussing about the last topics in our 13th chapter, A Shelter So High. Previous classes we are already discussed the more lessons in this chapter. Then let's start our class. Then the Changpa. ചാങ്പ വരെയുള്ള ഭാഗം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ ചാങ്പ. ദർ ഐ മെറ്റ് നംഗ്യാൽ ആൻഡ് കെയിം ടു നോ അബൌട്ട് ദ ചാങ്പ, എ ട്രൈബ് ലിവിങ് ഓൺ ദി മൗണ്ടെയ്ൻസ്. അവിടെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, നംഗ്യാലിനെ കണ്ടു. ചാങ്പ എന്ന ഒരു ട്രൈബ് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് അവിടുന്ന് അറിയാൻ സാധിച്ചു. ദ ചാങ്പ ട്രൈബ് has only about 5,000 people. ചാങ്പ ട്രൈബിൽ ആകെ 5,000 ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് എവിടെ വെച്ചിട്ടാണ്, താഷിയുടെ വീട്ടിൽ നിന്ന് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് പ്ലേസിലേക്ക് പോയി. അവിടെ നിന്നാണ് ചാങ്പ ഗ്രൂപ്പിനെ കാണുന്നത്. അപ്പോൾ ആ ചാങ്പ ഗ്രൂപ്പിനെ കാണുമ്പോൾ അവിടുത്തെ നംഗ്യാൽ എന്നൊരാളെ കണ്ടിട്ട് അവിടുന്ന് ചാങ്പ ഗ്രൂപ്പിനെ കുറിച്ച് അറിയാണ്. മൗണ്ടെയ്ൻസിൽ താമസിക്കുന്ന ഒരു ട്രൈബ് ഗ്രൂപ്പാണ് ചാങ്പ. ചാങ്പയിൽ ആകെ 5,000-ഓളം ആളുകളാണ് ഉള്ളത്. ദ ചാങ്പാസ് ആർ ഓൾവേസ് ഓൺ ദി മൂവ് വിത്ത് ദെയർ ഗോഡ്സ് ആൻഡ് ഷീപ്പ്. ചാങ്പ ട്രൈബ്സ് എന്താണ്, എപ്പോഴും അവരുടെ ആടുകൾ, ഷീപ്പ്, ഗോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്രയിലാണ്. ചാങ്പയിലുള്ള ആളുകൾ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഷീപ്പ്, ഗോട്ടിനൊക്കെ കൊണ്ട്. ഇറ്റ് ഈസ് ഫ്രം ദിസ് ദാറ്റ് ദേ ഗെറ്റ് ഓൾ that they need: milk, meat, skin for tents and wool for coats and sweaters. ഇപ്പം എന്താണ്, ചാങ്പയിലുള്ള ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നത് ഈ ഗോട്ട് ആൻഡ് ഷീപ്പ്, ആടിൽ നിന്നും അതുപോലെ ഷീപ്പ്, ചെമ്മരിയാടിൽ നിന്നൊക്കെയാണ് അവർക്ക് ലഭിക്കുന്നത്. എന്തൊക്കെയാണ്, മിൽക്ക്, മീറ്റ്, സ്കിൻ ഫോർ ടെൻസ് ആൻഡ് വൂൾ ഫോർ കോട്ട്സ് ആൻഡ് സ്വെറ്റേഴ്സ്. പാല്, മീറ്റ്, ടെൻറ്റിന് വേണ്ടിയിട്ടുള്ള വൂള് ആൻഡ് പിന്നെ ടെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിന്ന്, പിന്നെ വൂൾ ഫോർ കോട്ട്സ് ആൻഡ് സ്വെറ്റേഴ്സ്, സ്വെറ്ററും അതുപോലെ കോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വൂള്, അങ്ങനെയൊക്കെ ലഭിക്കുന്നത് അവർക്ക് ഈ ആടിൻ്റെ അടുത്ത് നിന്നാണ്. ദർ ഗോഡ്സ് ആർ ദർ ഓൺലി ട്രഷർ. അവരുടെ ആടുകളാണ് അവരുടെ എന്ത്, ഓൺലി ട്രഷർ, അവരുടെ ആകെയുള്ളൊരു നിധി എന്ന് പറയുന്നത് അവരുടെ ആടുകളാണ്. ഇഫ് എ ഫാമിലി ഹാസ് മോർ എനിമൽസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് മോർ റിച്ച് ആൻഡ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ ഒരു ഫാമിലിക്ക്, ഇപ്പോൾ എല്ലാ ഫാമിലിയിലും ആടുകളുണ്ട്, അതുപോലെ ഒരു ഫാമിലിക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് കൂടുതൽ എനിമൽസ് ഉണ്ടെങ്കിൽ അവരെന്താണ്, കുറച്ച് റിച്ചാണ്, അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെയാണ് അവർ കരുതിയിരുന്നത്. അങ്ങനെ അവർ റിച്ചായിട്ടൊക്കെ കണക്കാക്കുന്നു. ഫ്രം ദിസ് സ്പെഷ്യൽ ഗുഡ്സ് ദേ ഗെറ്റ് വൂൾ ഫോർ മേക്കിംഗ് ദ വേൾഡ് ഫേമസ് പഷ്മിന വൂള്. അതുപോലെ ഈ പ്രത്യേക ആടുകളിൽ നിന്നെന്താണ്, അവർക്ക് വേൾഡിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പഷ്മിന എന്ന കമ്പിളി ലഭിക്കുന്നുണ്ട്. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പഷ്മിന എന്ന വൂള്, കമ്പിളി അവർക്ക് ലഭിക്കുന്നത് ഈ ഗോട്ടിൽ നിന്നാണ്. ദ ചാങ്പ ഗ്രേസ് ദെയർ ഗോഡ്സ് ടു ഹയർ ആൻഡ് colder places so that the goats have more and softer hair. അതുപോലെ ചാങ്പ ആളുകൾ എന്താ, അവരുടെ ആളുകളെ കൂടുതൽ തണുത്ത സ്ഥലങ്ങളിൽ മേയാൻ വേണ്ടി വിടുന്നു. അവരുടെ മൃദുവായിട്ടുള്ള ഹെയർ, സോഫ്റ്റ് ഹെയറൊക്കെ നോക്കിയിട്ട് അവരെ ഒരു എന്താ പറയുക, തണുത്ത പ്ലേസിലൊക്കെ
മേഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് വിടുന്നുണ്ട്. They stay high up on those mountains in very difficult conditions because that is where these goats can live. അതുപോലെ എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് ഈ മൗണ്ടെയ്ൻസിന് കാരണം അവിടെയുള്ള ആളുകൾക്കും ആടുകൾക്കും ഒക്കെ ഈ മൗണ്ടെയ്ൻസ് കൊണ്ടാണ് ഏത് ബുദ്ധിമുട്ടുള്ള, അതായത് അത്രയും തണുപ്പുള്ള സമയത്തും അവിടെ താമസിക്കാൻ കഴിയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് വെർ ദസ് ഗോഡ്സ് ക്യാൻ ലിവ്. ദിസ് ഈസ് ദെയർ ലൈഫ് ആൻഡ് ദെയർ ലിവ്ലിഹുഡ്. ഇതാണ് അവരുടെ ജീവിതവും ഉപജീവന മാർഗവും. അപ്പം അവരെന്താണ്, അവർക്ക് ചാങ്പ ഗ്രൂപ്പ് ഒരു ട്രൈബ് ഗ്രൂപ്പാണ്. ആകെ 5000-ഓളം ആളുകളേ ഉള്ളൂ. അവർക്ക് അവരുടെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഗോട്ട് ആൻഡ് ഷീപ്പാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള മിൽക്ക്, മീറ്റ്, അതുപോലെ ടെൻറ്റിന് ആവശ്യമായിട്ടുള്ള സ്കിന്ന്, അല്ല ബ്ലാങ്കറ്റ് ഉണ്ടാക്കാൻ എല്ലാ സാധനങ്ങളും, അവർക്ക് എല്ലാ ആവശ്യങ്ങളും ലഭിക്കുന്നത് ഈ ഗോട്ടിൽ നിന്നാണ്. അതുപോലെ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൂളാണ് പഷ്മിന. അത് ലഭിക്കുന്നതും ചാങ്പ ഗ്രൂപ്പിൻ്റെ ആടുകളിൽ നിന്നാണ്. അതുപോലെ ഏത് തണുപ്പിലും അവരുടെ സോഫ്റ്റ് ഹെയറുള്ള ഈ ആടുകൾ എന്ത് ചെയ്യുന്നത്, ആ പ്ലേസിൽ ചാങ്പ ഗ്രൂപ്പ് മേയാൻ വേണ്ടി വിടുന്നുണ്ട്. അവരുടെ ജീവിതവും ലിവ്ലിഹുഡ് ഉപജീവന മാർഗവും ഈ ആടുകളാണ്. ഐ വാസ് ക്യാരിയിങ് വെരി ലിറ്റിൽ ഓഫ് മൈ ബിലോങ്ങിങ്സ് ഓഫ് മൈ മോട്ടോർ സൈക്കിൾ. ഞാൻ എന്ന് പറയുന്നത് ഗൗരവ് ജാനി പറയുന്നത്, ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ, ബിലോങ്ങിങ്സ് ഓൺ മൈ മോട്ടോർ സൈക്കിൾ, ഞാൻ എൻ്റെ മോട്ടോർ സൈക്കിളിൽ എന്താണ് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വഹിച്ചു കൊണ്ട് വന്നിട്ടുള്ളൂ. ബട്ട് ദ ചാങ്പാസ് ക്യാരി എവ്രിതിങ് ദാറ്റ് ദേ ഓൺ ദെയർ ഹോഴ്സസ് ആൻഡ് യാക്സ്. പക്ഷേ ഈ ചാങ്പ ഗ്രൂപ്പിൽ എന്താണ്, അവരുടെ ഹോഴ്സസ് ആൻഡ് യാക്ക്, ചാങ്പാസ് ക്യാരി എവ്രിതിങ് ദാറ്റ് ദേ ഓൺ ദെയർ ഹോഴ്സസ് ആൻഡ് യാക്സ്. പക്ഷേ ചാങ്പ ഗ്രൂപ്പിൽ അവരുടെ എല്ലാ സാധനങ്ങളും അവരുടെ ഹോഴ്സസും യാക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വഹിച്ച് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇറ്റ് ടേക്സ് ദം ഓൺലി 2.5 hours ടു പാക്കിംഗ് എവ്രിതിങ് ആൻഡ് മൂവ്ഡ് ഹെഡ്. അവർക്ക് എന്താണ്, അവർക്ക് അവരുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വെറും എത്രയാണ് 2.5 hours, വെറും 2.5 മണിക്കൂർ മാത്രമേ അവർക്ക് അവരുടെ സാധനങ്ങൾ പാക്ക് ചെയ്യാനും എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനും വേണ്ടി ആവശ്യമായിട്ടുള്ളൂ. വിത്തിൻ നോ ടൈം ദേ പുട്ട് അപ്പ് ദെയർ ടെൻസ് അറ്റ് ദി ചൂസൺ പ്ലേസ്. ദ ലഗേജ് ഈസ് അൺപാക്ക്ഡ് ആൻഡ് ദെയർ ഹോംസ് ആർ റെഡി. ഈ സമയത്തിനുള്ളിൽ എന്താണ്, അവരൊരു തിരഞ്ഞെടുത്ത സ്ഥലത്ത് അവരുടെ ടെൻറ്റ് ഉണ്ടാക്കും. അതേപോലെ ലഗേജൊക്കെ പാക്ക് ചെയ്യാത്തതും അവരുടെ എല്ലാ സാധനങ്ങളും എല്ലാം എന്താണ് ഈ ഒരു സമയത്തിനുള്ളിൽ അവർക്ക് തയ്യാറാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഗൗരവ് ജാനി അവരുടെ മോട്ടോർ സൈക്കിളിൽ വളരെ കുറച്ച് സാധനം ക്യാരി ചെയ്തിട്ടുള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് ടൈം എടുത്തു. പക്ഷേ ഇവരുടെ ഹോഴ്സിലും യാക്കിലുമായിട്ട് ഇവർ എല്ലാ സാധനങ്ങളും ക്യാരി ചെയ്യുന്നുണ്ട്. You are most welcome into our home, said Namgyal as he led me the big cone-shaped tent. അപ്പം നംഗ്യാൽ എന്തു പറഞ്ഞു, നംഗ്യാൽ പറയാണ്, നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ, നിങ്ങളെ ഗൗരവ് ജാനിയെ നംഗ്യാൽ അവരുടെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യാണ്. സെഡ് നംഗ്യാൽ ആസ് he led me to the big cone-shaped tent. അങ്ങനെ എന്താ നംഗ്യാൽ പറഞ്ഞപ്പോൾ ഒരു കോൺ ഷേപ്പിലുള്ള ഒരു വലിയ ടെൻറ്റിലേക്ക് വെൽക്കം ചെയ്തിട്ട് നംഗ്യാൽ ഗൗരവ് ജാനിയെ ക്ഷണിക്കുകയാണ്. അപ്പോൾ വലിയ ഒരു കോൺ ഷേപ്പിലുള്ള ടെൻറ്റാണ്. ദേ കോൾ ദെയർ ടെൻറ്റ് റെബോ. അവരുടെ ടെൻറ്റിനെ എന്താണ്, റെബോ എന്നാണ് വിളിക്കുന്നത്. യാക്ക് ഹെയർ ഈസ് woven to make strips which are stitched together. അവരുടെ കൂടാരത്തിന് എന്താണ്, അവർ ഒരു യാക്കിൻ്റെ മുടികളൊക്കെ പോലെ എല്ലാ കാര്യങ്ങളും യാക്കിൻ്റെ മുടികളൊക്കെ വെച്ചിട്ട് നല്ല സോഫ്റ്റായ രീതിയിലൊക്കെ തുന്നിച്ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. These are strong and warm and protect
ദം ഫ്രോം ദ ഐസ് ഡ്രോയിങ് വിൻസ്. ഈ സ്ട്രിപ്പുകൾ എന്താ അവർ തുന്നി വെച്ചിട്ടുള്ള ഈ യാക്കിൻ്റെ മുടികളെ പോലത്തെ നെയ്ത് വെച്ച സ്ട്രിപ്പുകൾ അവർ എന്തിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്? നല്ല പവർഫുൾ ആയിട്ടുള്ള വിൻഡ് കാറ്റുകളിൽ നിന്നും, നല്ല സ്ട്രോങ് ആയിട്ട് പവർഫുൾ ആയിട്ട് നല്ല ഐസി നല്ല ശക്തമായ തണുത്ത കാറ്റിൽ നിന്നും അവരെ ഈ സ്ട്രിപ്പുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. I saw that the strips were tightly tied in 9 sticks. അപ്പോൾ എന്താണ് ഈ സ്ട്രിപ്പുകൾ എന്താണ് 9 വിറകുകൾ കൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്ന, അത്രയും സ്ട്രോങ് ആയി പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. The ground is dug about 2 feet deep. അതുപോലെ അവരുടെ അവരുടെ തറ എന്താണ് ഏകദേശം 2 അടി താഴ്ചയിലേക്ക് കുഴിച്ചിട്ടിട്ടുണ്ട് താഴേക്ക്. The tent is then put up around this on the higher part of the ground. തുടർന്ന് ഇതിന് ചുറ്റും എന്താണ് മുകൾ ഭാഗത്തായിട്ട് കൂടാരം അവരുടെ ടെൻറ്റ് സ്ഥാപിക്കുന്നത്. അപ്പോൾ അവരുടെ ടെൻറ്റ് എന്താണ് അത്രയും സ്ട്രോങ് ആണ്. ഒരു വലിയ ടെൻറ്റാണ്, ഒരു കോൺ ഷേപ്പിലുള്ള ടെൻറ്റാണ്, ഒരാൾക്ക് എന്താണ് എണീച്ച് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ടെൻറ്റാണ്. അതുപോലെ യാക്കിൻ്റെ ഹെയറൊക്കെ വെച്ചിട്ട് സ്ട്രിപ്പ് ചെയ്താണ്ട് എന്താണ് നല്ല സോഫ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഐസി ആയിട്ടുള്ള നല്ല സ്ട്രോങ് വിൻഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരുടെ തറ അവർ 2 ഫീറ്റോളം താഴേക്ക് കുഴിച്ച് വെച്ച് അതിന് മുകളിലാണ് അവരവരുടെ ടെൻറ്റ് കെട്ടി വെച്ചിട്ടുള്ളത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് ചാങ്പ ഗ്രൂപ്പ് അവരുടെ ടെൻറ്റ് കെട്ടുന്നത്. വേൾഡ് ഫേമസ് പശ്മിന, നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു? പശ്മിന ഒരു വൂള് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേൾഡ് ഫേമസ് ആയിട്ടുള്ള. അതാണ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുള്ള ദ വേൾഡ് ഫേമസ് പശ്മിന. ആസ് വി സ്റ്റെപ്പ്ഡ് ഇൻ ടു ദ ടെൻറ്റ് ഐ റിയലൈസ്ഡ് ദാറ്റ് ഐ കുഡ് സ്റ്റാൻഡ് അപ്പ് സ്ട്രെയിറ്റ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു? പുറത്തു നിന്നൊക്കെ നോക്കിയിട്ട് ആ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ ഐ കുഡ് സ്റ്റാൻഡ് അപ്പ് സ്ട്രേറ്റ്. എന്താണ് ഐ റിയലൈസ്ഡ്, ഞാൻ മനസ്സിലാക്കി. ഐ കുഡ് സ്റ്റാൻഡ് അപ്പ് സ്ട്രേറ്റ്, എനിക്കെന്ത് ചെയ്യും? നിവർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ടെൻറ്റാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കി. ഇറ്റ് വാസ് നോട്ട് ലൈക്ക് മൈ ടെൻറ്റ്. ഇതെന്താണ് എൻ്റെ ടെൻറ്റിനെ പോലെ ആയിരുന്നില്ല. അപ്പം എൻ്റെ ടെൻറ്റ്, ഗൗരവ് ജാനിയുടെ ടെൻറ്റ് സ്മോളാണ്, അതുപോലെ അല്ല, എനിക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ടെൻറ്റായിരുന്നു ഇവരുടെ ടെൻറ്റ്. I also saw that the rabo was as big as a room of my flat in Mumbai. ഞാൻ അതുപോലെ എന്ത് കണ്ടു? മുംബൈയിലെ ഒരു ഫ്ലാറ്റിൽ, എൻ്റെ ഫ്ലാറ്റിലെ ഒരു റൂം പോലെ അത്രയും വലുതായിട്ടാണ് റബോ ടെൻറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയും വലുതാണ്. കാരണം മുംബൈയിലെ ഫ്ലാറ്റിലെ റൂമിൻ്റെ അത്രയ്ക്കും സൗകര്യമുള്ള അത്രയും വലുപ്പത്തിലാണ് റബോ ടെൻറ്റ് ഉള്ളത്. ഇറ്റ് വാസ് ഹെൽഡ് അപ്പ് ബൈ 2 വുഡൻ പോൾസ് ഇൻ ദി മിഡിൽ. അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് എന്താണ് 2 പേർ ഉയർത്തിപ്പിടിച്ച പോലെ 2 മരം തൂണുകൾ, വുഡൻ പോൾസ്, മരം തൂണുകൾ അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. There was an opening to let out the smoke from the ചുല. അതേപോലെ എന്താ ചുള മീൻസ് ആ പുക പുറത്ത് പോകാൻ വേണ്ടിയിട്ട്, ചുളയിൽ നിന്നതാണ് പുക പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും പ്ലാന്റ് ഉണ്ട് ആ ചുളയിൽ നിന്ന് തണുപ്പ് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ചുളയിൽ നിന്നൊക്കെ പുക പുറത്ത് പോകാനൊക്കെ ഉള്ള ഓപ്പണിംഗ് ഒക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നംഗ്യാൽ ടോൾഡ് ദാറ്റ്, നംഗ്യാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു, ദ ഡിസൈൻ ഓഫ് ദിസ് ടെൻറ്റ് ഈസ് മോർ ദാൻ 1000 years ഓൾഡ്. ഞങ്ങളുടെ ഈ ടെൻറ്റിൻ്റെ ഡിസൈൻ എന്താണ് 1000 വർഷങ്ങൾ പഴക്കം ഉള്ളതാണ്. ദ ടെൻറ്റ് പ്രൊട്ടക്റ്റഡ് ചാങ്പ ഫ്രം എക്സ്ട്രീം കോൾഡ്. ഈ ടെൻറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ ഇത്രയും പ്ലാൻഡ് ആയിട്ടുള്ള ഈ ടെൻറ്റ് അവരെ നല്ല കടുത്ത തണുപ്പിൽ നിന്ന് ചാങ്പാസിനെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ടെൻറ്റ് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഹൗ കോൾഡ് മസ്റ്റ് ഇറ്റ് ബി. അപ്പോൾ എന്താണ് ഈ വിൻ്റർ സീസണിൽ എത്രത്തോളം തണുപ്പായിരിക്കും? ഇൻ വിൻ്റർ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് മെനി ഡിഗ്രീസ് ബിലോ 0.
അപ്പോൾ എത്രത്തോളം തണുപ്പായിരിക്കും? വിൻ്റർ സീസണിൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രോപ്സ് മെനി ഡിഗ്രീസ് ബിലോ സീറോ. അത്രയും താന്ന് 0 ഡിഗ്രീസിലും താന്ന് വരുന്നുണ്ട്. ദ വൈൻഡ് ബ്ലോസ് അറ്റ് 70 km/h. അപ്പോൾ വിൻഡ് ചെയ്യുന്നുണ്ട്. വിൻഡ് നല്ല ശക്തമായിട്ടുള്ള കാറ്റ് മണിക്കൂറിൽ പെർ ഹവറിൽ 70 കിലോമീറ്ററോളം വേഗത്തിൽ അത്രയും സ്പീഡിൽ നല്ല ശക്തമായിട്ട് കാറ്റ് വീശുന്നുണ്ട്. ഇഫ് യു വെർ ഓൺ എ ബസ് വിച്ച് വാസ് ഗോയിങ് അറ്റ് ദിസ് സ്പീഡ്. ഇപ്പോൾ ഒരു 70 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നമ്മളൊരു ബസ്സിൽ പോകുകയാണെങ്കിൽ എത്രത്തോളം സ്പീഡിലായിരിക്കും ഈ ഒരു 70 കിലോമീറ്റർ എന്നത് പറഞ്ഞു പോകുന്നത്. ഹൗ ഫാർ ഫ്രം യുവർ ഹൗസ് വുഡ് യു റീച്ച് ഇൻ അവർ 1 hour. അപ്പോൾ ഈ 70 കിലോമീറ്റർ പെർ ഹവറിൽ സ്പീഡിൽ പോവുകയാണെങ്കിൽ എത്രത്തോളം ലോങ്ങിലേക്ക് ഒരു അവർ കൊണ്ട് നമ്മൾക്ക് എത്താൻ സാധിക്കും? അത്രയും അത്രയും സ്പീഡിലുള്ള വിൻഡാണ് അവിടെ വീശുന്നത്. നിയർ ദ റബോ ദർ വാസ് എ പ്ലേസ് ടു കീപ് ഷീപ്പ് ആൻഡ് ഗോഡ്സ്. അതേപോലെ റബോക്ക് അടുത്ത് എന്താണ്? ഷീപ്പിനെയും അതുപോലെ ഗോട്ടിനെയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ചാങ്പാസ് കോൾ. ചാങ്പാസ് അതിനെ വിളിച്ചിരുന്നത് ഈസ് ലെഗ. ലെഗ എന്നാണ് ആ ഒരു. അപ്പോൾ റബോൻ്റെ അടുത്ത് എന്തുണ്ട്? ഗോട്ടിനെയും ഷീപ്പിനെയും ഒക്കെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആളുകൾ അതിനെ വിളിച്ചിരുന്നത് ലെഗ എന്നാണ്. ദ വാൾസ് ഓഫ് എ ലെഗ ആർ മെയ്ഡ് വിത്ത് സ്റ്റോൺസ്. അപ്പോൾ ഈ ലെഗയുടെ ചുമരുകൾ നിർമ്മിച്ചിട്ടുള്ളത് കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈച്ച് ഫാമിലി പുട്സ് എ സ്പെഷ്യൽ മാർക്ക് ഓൺ ദെയർ ഓൺ എനിമൽസ്. ഓരോ ഫാമിലിയിലുള്ള ആളുകൾ എന്താണ്? അവരുടെ എനിമൽസിന് പ്രത്യേക അടയാളങ്ങൾ നൽകുന്നുണ്ട്. ദ വുമൺ ആൻഡ് യങ് ഗേൾസ് കൗണ്ട് ദ ടേക്ക് ദ എനിമൽസ് ഔട്ട് ഓഫ് ദി ലെഗ. അതുപോലെ സ്ത്രീകളും യങ് വുമണും ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും യങ് ഗേൾസ് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ഈ ലേഖയിൽ നിന്ന് എനിമൽസിനെ പുറത്തെടുക്കുകയും അവരുടെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേഖ അവരുടെ ടെൻറ്റിന് റബോയുടെ അടുത്ത് ഗോട്ടിനും ഷീവിനൊക്കെ സംരക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണ് ലേഖ. അപ്പോൾ ലേഖയിൽ എന്ത് ചെയ്യുന്ന ആ പ്ലേസിലുള്ള എല്ലാ ആളുകളുടെ എനിമൽസും ഉണ്ടാവും. അപ്പോൾ അതിന് ഓരോ വീട്ടിലെ എനിമൽസിന് എന്ത് ചെയ്യുന്നുണ്ട്? അവർ പ്രത്യേക അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. ഫോർ ദി ചാങ്പാസ് ദെയർ എനിമൽസ് ആർ എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദെയർ ലൈഫ്. ചാങ്പാസിന് എന്താണ്? അവരുടെ എനിമൽസ് അവരുടെ എന്ത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമായിട്ടുള്ള ഇതാണ്. ഈസ് എനി എനിമൽ പാർട്ട് ഓഫ് യുവർ ലൈഫ്. ഏതെങ്കിലും ഒരു എനിമൽ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഭാഗമായിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ആസ് എ പെറ്റ്, ഒരു പെറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഓർ ആസ് ഹെൽപ്പേഴ്സ് ഇൻ ഫാമിങ്, നമുക്ക് കൃഷിയിലൊക്കെ സഹായിക്കാൻ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എനിമൽ നിങ്ങൾക്കും അതുപോലെ നിങ്ങളുടെ ലൈഫിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത്? യെസ് ഓർ നോ ചെയ്യാം. ലിസ്റ്റ് 5 ways in which different animals are a part of your life. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏതെങ്കിലും വഴിയിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5 വ്യത്യസ്ത എനിമൽസിൻ്റെ പേര് അല്ലെങ്കിൽ 5 വഴികൾ, എങ്ങനെയാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായെന്നതിൻ്റെ വഴികൾ പട്ടികപ്പെടുത്തുക. 5 ways ആണ്, 5 വഴികൾ. ഡു ഗോട്ട് ആൻഡ് ഷീപ്പ് നീഡ് ദെയർ ഓൺ ഫർ ആൻഡ് വൂൾ ഡിസ്കസ്. ഗോട്ടിന് ഷീപ്പിന് എന്താണ്? അവരുടെ രോമം മീൻസ് ഫർ, രോമം ആൻഡ് അതേപോലെ വൂൾ കമ്പിളിയൊക്കെ എന്താണ് ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലേ? അവർക്ക് എന്താണ് കോൾഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അവർക്ക് അവരുടെ ഫർ ആൻഡ് വൂള്. ദെൻ ഫൈൻഡ് ഔട്ടാണ്. യു റീഡ് ദാറ്റ് ഇൻ ചാങ്താങ് the temperature drops below 0 degree Celsius. ചാങ്താങ്ങിൽ എന്താണ് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴ്ന്നു വരുന്നുണ്ടെന്ന് നമ്മൾ ഓൾറെഡി റീഡ് ചെയ്തു. ലുക്ക് അറ്റ് ന്യൂസ് പേപ്പർ ഓൺ ദി TV ടു ഫൈൻഡ് സിറ്റീസ് ഇൻ ഇന്ത്യ ഓർ അബ്രോഡ് വേർ ദ ടെമ്പറേച്ചർ ഡ്രോപ്സ് ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്. അതുപോലെ എന്ത് ചെയ്യുക? ന്യൂസ് പേപ്പർ TV ഒക്കെ നോക്കിയിട്ട് ഇന്ത്യയിലോ അല്ലെങ്കിൽ അബ്രോഡിലൊക്കെ 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറുള്ള
സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. ഇൻ വിച്ച് മന്ത്സ് ഡു യു എക്സ്പെക്ട് ടു സീ ദിസ്? ഏതൊക്കെ മാസങ്ങളിലാണ് നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നതെന്ന് നോക്കുക. അപ്പോൾ അവർ ചാങ്പേയിൽ എത്തിയ കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് അവരെന്ത് ചെയ്യാണ്? ടുവാർഡ്സ് ശ്രീനഗർ. അവർ ശ്രീനഗറിലേക്ക് പോവാണ്. I spent a few days in with the Changpas, but sadly it was time to move on. അങ്ങനെ കുറേ ദിവസം ഞാൻ എന്ത് ചെയ്തു? ചാങ്പാസിൻ്റെ കൂടെ കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാണ്? ബട്ട് സാഡ്ലി, സങ്കടം എന്ന് പറയാണ്, ഇറ്റ് വാസ് ടൈം ടു മൂവ് ഓൺ. എനിക്ക് എന്ത് ചെയ്തു? അവിടുന്ന് പോവാൻ സമയമായി. മൈ റിട്ടേൺ ജേർണി വുഡ് ടേക്ക് മീ അവേ ഫ്രം ദിസ് സ്പെഷ്യൽ പാർട്ട് ഓഫ് ദി വേൾഡ്. അങ്ങനെ ലോകത്തിൻ്റെ മറ്റൊരു സ്പെഷ്യൽ ഭാഗത്തേക്ക് ഞാൻ എൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ടുവേർഡ്സ് ടൗൺ വിച്ച് ലുക്ക്ഡ് ലൈക്ക് എ ടോട്ടലി ഡിഫറെൻറ്റ് വേൾഡ്. വേൾഡിൽ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയിലേക്കാണ്, അല്ലെങ്കിൽ ഒരു ടൗണിലേക്കാണ് ഞാൻ എൻ്റെ യാത്ര പോകുന്നത്. അപ്പോൾ ഒരുപാട് ദിവസം ചാങ്പേയിൽ ചിലവഴിച്ചിട്ട് ലോകത്ത് തന്നെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള പ്ലേസിലേക്ക് പോവാണ്. ടുവേർഡ്സ് ദിസ് ടൈം ഐ ടുക്ക് എ ഡിഫറെൻറ്റ് റൂട്ട് ഫ്രം ലേ. ലേയിൽ നിന്ന് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂട്ടിലൂടെയാണ് ഞാൻ ശ്രീനഗർ ആ ഒരു പ്ലേസിലേക്ക്, ശ്രീനഗറിലേക്ക് പോകുന്നത്. ഐ വാസ് ഗോയിങ് ടുവാർഡ്സ് ശ്രീനഗർ വൈ കാർഗിൽ. അപ്പം ഞാൻ ശ്രീനഗറിലേക്ക് പോകുന്നത് ഇതിലൂടെയാണ്, കാർഗിൽ വഴിയാണ് ഞാൻ ശ്രീനഗറിലേക്ക് പോകുന്നത്. ഐ സോ മെനി മോർ അമേസിങ് ബിൽഡിങ്സ് ആൻഡ് ഡിഫറെൻറ്റ് ഹൗസസ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ എന്താണ്, ഭയങ്കര അമേസിങ് ആയിട്ട് നല്ല അത്ഭുതകരമായിട്ടുള്ള വീടുകളും ബിൽഡിങ്സൊക്കെ എനിക്ക് കാണാൻ സാധിച്ചു. ഐ സ്റ്റേഡ് ഇൻ ശ്രീനഗർ ഫോർ എ ഫ്യൂ ഡേയ്സ്. അങ്ങനെ കുറച്ച് ദിവസം ഞാൻ എന്ത് ചെയ്തു? ശ്രീനഗറിൽ താമസിച്ചു. ഐ വാസ് അമേസ്ഡ് ബൈ ദ ഹൗസസ് ദർ. അവിടെ ശ്രീനഗറിലുള്ള വീടുകൾ കണ്ടിട്ട് ഞാൻ ആകെ അമേസ്ഡായി. ദ ടുക്ക് മൈ ഹാർട്ട് എവേ. അത് കണ്ടിട്ട് എന്ത് ചെയ്തു? എൻ്റെ ഹൃദയം ഞാൻ എടുത്തു കളഞ്ഞു എന്നാണ് പറഞ്ഞത്. സം ഹൗസസ് ആർ ഓൺ ദി മൗണ്ടെയ്ൻസ്. ചില വീടുകൾ എന്താണ്? മൗണ്ടെയ്ൻസിൻ്റെ മുകളിലാണ്. വൈൽ സം ആർ ഓൺ വാട്ടർ. ചിലത് വെള്ളത്തിലാണ് വീടുള്ളത്. ഐ ടുക്ക് മെനി പിക്ചർ ഓഫ് ദിസ്. അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പിക്ചർ ഞാൻ എടുത്തിട്ടുണ്ട്. സി മൈ ഫോട്ടോ ആൽബം, പേജ് നമ്പർ 128. അപ്പോൾ 128 അദ്ദേഹത്തിൻ്റെ പിക്ചറിൻ്റെ ഫോട്ടോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ്, ഇവിടെ ഹൗസ് ബോട്ടിലുകളുണ്ട്, അതുപോലെ ഓരോ ഫാമിലീസ് വെള്ളത്തിൽ താമസിക്കുന്നത്, മൗണ്ടൈൻ്റെ മുകളിൽ താമസിക്കുന്ന പല തരത്തിലുള്ള പിക്ചേഴ്സും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചറിൻ്റെ താഴെ എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് റീഡ് ചെയ്യാം. വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ജേണി. അവിടുന്ന് ശ്രീനഗറിൽ നിന്ന് ഞാൻ പിന്നെ എന്ത് ചെയ്തു? എൻ്റെ യാത്ര ആരംഭിച്ചു. ലുക്ക് ദിസ് പിക്ചർ. ടൂറിസ്റ്റ് എൻജോയ് ദ ഷിക്കാര റൈഡ് ഓൺ ദി ദാൽ ലേക്ക്. ഇപ്പോൾ ശ്രീനഗറിലെ ദാൽ ലേക്കിലുള്ള ഷിക്കാര റൈഡേഴ്സിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെൻ ഐ സ്റ്റാർട്ടഡ് മൈ ജേണി, അങ്ങനെ അവരുടെ യാത്ര വീണ്ടും ആരംഭിച്ചു. ഐ ഹാഡ് നോട്ട് ഇമാജിൻ ദാറ്റ് ഈസ് വൺ സ്റ്റേറ്റ് ഐ വുഡ് സീ സോ മെനി ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹൗസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ത്, ഒരു സ്റ്റേറ്റിൽ തന്നെ പല തരത്തിലുള്ള വീടുകളും അതുപോലെ പല തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ, ജീവിത രീതികളൊന്നും ഒരേ ഒരു സെയിം സ്റ്റേറ്റിൽ തന്നെ കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. I had a wonderful experience of living on the mountains in Leh and another living on water in Srinagar. അപ്പോൾ ശ്രീനഗറിൽ എത്തിയപ്പോൾ എന്താണ്, ലേയിലെ മൗണ്ടെയ്ൻസിൽ നിന്ന് ശ്രീനഗറിലെ വെള്ളത്തിലെത്തിയപ്പോൾ ഒരു പ്രത്യേക വേറൊരു എക്സ്പീരിയൻസ് തന്നെ എനിക്കവിടെ തോന്നി. I saw how both the houses in those areas were made suit the climate. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണ്, ഈ രണ്ട് ഏരിയാസിലും അവിടുത്തെ ക്ലൈമറ്റിന് സ്യൂട്ടായ തരത്തിലുള്ള വീടുകളാണ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ശ്രീനഗർ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള സിറ്റി ആണെന്നാണ് പറയുന്നത്. ദെൻ അവരെന്ത് ചെയ്യാണ്? റിട്ടേൺ ജേണി, അവിടെ യാത്ര തിരിക്കുകയാണ്. അഗെയിൻ ഇറ്റ് വാസ് ടൈം ടു മൂവ് ഓൺ. വീണ്ടും എന്താണ്, ശ്രീനഗറിൽ നിന്ന് ടൈം മൂവ് ചെയ്യാണ് അവർക്ക് പോകാനുള്ളത്. ഇൻ ജമ്മു ഐ സോ ഹൗസസ് ലൈക്ക് ഐ ഹാവ് ബീൻ സീയിങ് ഇൻ മുംബൈ. അപ്പോൾ എന്താണ്, ജമ്മുവിലും മുംബൈയിലെ പോലെയുള്ള വീടുകൾ ഞാൻ കണ്ടു.
ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. ബട്ട് ദേ ആർ നോട്ട് ആസ് സ്പെഷ്യൽ ആസ് ദ ഹൗസസ് ഐ വാസ് ലക്കി ടു സീ ഇൻ ലേ ആൻഡ് ശ്രീനഗർ. പക്ഷേ ശ്രീനഗറിലും ലേയിലൊക്കെ കണ്ട പോലെ ഒരു വെറൈറ്റി, ഒരു സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് ഇവിടുത്തെ ഹൗസുകളിൽ കാണാൻ സാധിച്ചില്ല. അപ്പോൾ അവിടെ കണ്ടത് ഞാൻ ഭയങ്കര ലക്കിയാണ്. ആഫ്റ്റർ എ ലോങ് ജേർണി ലോണർ ആൻഡ് ഐ വെർ എബൌട്ട് ടു റീച്ച് മുംബൈ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു വലിയ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ലോണറും മുംബൈയിലേക്ക് തിരിച്ചെത്തി. മൈ ഹാർട്ട് ഫെൽറ്റ് ഹെവി. എനിക്കെൻ്റെ ഹൃദയത്തിന് ഹാർട്ടിന് ഭയങ്കര ഭാരമുള്ള പോലെ തോന്നി. ഐ ആൾസോ ഫെൽറ്റ് ദാറ്റ് മൈ മോട്ടോർ സൈക്കിൾ ഡിഡ് നോട്ട് വാണ്ട് ടു കെയിം ബാക്ക്. അതേപോലെ എനിക്ക് എന്ത് ഫീൽ ചെയ്തു, എൻ്റെ മോട്ടോർ സൈക്കിൾ ലോണറിനു തിരിച്ചു വരാൻ താല്പര്യമില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഐ വാസ് ഹാപ്പി ദാറ്റ് ഐ ഹാഡ് ലേൺ ആൻഡ് എക്സ്പീരിയൻസ്ഡ് സോ മെനി ന്യൂ തിങ്സ്. കൂടാതെ എന്താണ്, ഒരുപാട് പുതിയ കാര്യങ്ങൾ, അനുഭവങ്ങൾ, എക്സ്പീരിയൻസുകളൊക്കെ പഠിക്കാനും അതുപോലെ കാണാനൊക്കെ സാധിച്ചതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഐ ഹാഡ് ഓൾസോ ബ്രോട്ട് ബാക്ക് സം മെമ്മറീസ് ഇൻ മൈ ക്യാമറ. അതുപോലെ ഞാൻ എൻ്റെ ക്യാമറയിൽ ചില നല്ല ഓർമ്മകൾ തിരികെ കൊണ്ടുവരാനും ശ്രമിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് വാസ് നോട്ട് ദ എൻഡ്. പക്ഷെ എന്താണ്, തീർച്ചയായിട്ടും ഇതൊരു അവസാനം അല്ലായിരുന്നു. നെക്സ്റ്റ് ടൈം വെൻ ലോണർ ആൻഡ് ഐ ഗെറ്റ് ബ്രോഡ് ഓഫ് ദി സിറ്റി. അടുത്ത തവണ ഞാൻ ലോണർ എന്താണ് വേറൊരു സിറ്റിയിലേക്ക് എൻ്റെ പുതിയ യാത്ര തുടങ്ങും. വി വിൽ അഗൈൻ സെറ്റ് ഔട്ട് ഫോർ എ ന്യൂ ജേണി. ഞങ്ങളുടെ പുതിയ യാത്ര വീണ്ടും ഞങ്ങൾ ആരംഭിക്കും. അങ്ങനെ അവർ തിരിച്ചെത്തിയതാണ് പറയുന്നത്. ദെൻ ടെൽ ആൻഡ് ഡിസ്കസ് ആൻഡ് റൈറ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, റീഡ് ചെയ്യുക, അതിൻ്റെ ആൻസേഴ്സ് മാം സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർ ചാപ്റ്റർ ഈസ് ഓവർ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ എന്താണ് ഇവിടെ പറയുന്നത്, ടെൽ ക്വസ്റ്റ്യൻസിൽ പറയുന്നത് ദ ഹൗസസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആർ മെയ്ഡ് ഫോർ സ്യൂട്ട് ക്ലൈമറ്റ് നീഡ് ഓഫ് ദി പീപ്പിൾ ദർ. അപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലെ പലതരത്തിലുള്ള വീടുകൾ അവിടുത്തെ ആളുകളുടെ ആവശ്യമനുസരിച്ച് ക്ലൈമറ്റിന് സ്യൂട്ടായ തരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്താണ്, ആർ ദർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൗസസ് ഇൻ ദി പ്ലേസ് വേർ യു ലിവ് ഇഫ് യു തിങ്ക് അബൌട്ട് ദ റീസൺ. അങ്ങനെ അവിടുത്തെ വ്യത്യസ്ത തരത്തിലുള്ള വീടുകളെ നിർമ്മിക്കുന്നത് എന്തിനാണ്? തിങ്ക് അബൌട്ട് ദ റീസൺ, അതിൻ്റെ കാരണം തിങ്ക് ചെയ്യുക. തിങ്ക് ഓഫ് യുവർ ഓൺ ഹൗസ്, നിങ്ങൾ നിങ്ങളുടെ വീടിനെ കുറിച്ച് ചിന്തിക്കുക. ഈസ് ദർ സംതിങ് സ്പെഷ്യൽ ഇൻ ഇറ്റ്, എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ലൈക്ക് എ സ്ലോപ്പിംഗ് റൂഫ്, ആസ് റെയിൻ ലോട്ട്, എ കോർട്ട്യാർഡ്, അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അതുപോലെ നിങ്ങളുടെ വീടിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? മഡ്, ബ്രിക്ക്, സ്റ്റോണ്, വുഡ്, സിമെൻറ്റ് എന്താണ് എന്നുള്ളത്. അതേപോലെ ഡിസ്കസ് ക്വസ്റ്റ്യൻസും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് മാം സെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റൈറ്റ് യുവർ നോട്ട്ബുക്ക്. അപ്പോൾ ചാപ്റ്റർ 13th chapter A Shelter So High is over. After watching the class, reading the lesson carefully, and if you have any doubts, ask me. Okay, bye dear children, meet in next class.